പരസ്പരം പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സാണ് നല്ലത്. നമ്മൾ പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഡൈവോഴ്സൊക്കെ ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്തായിരിക്കും? റീസൺ എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാറ്റഗറി തന്നെയാണ്. പിന്നെ നമ്മൾ ഹസ്ബൻഡ് വൈഫ് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആണുങ്ങളാണെങ്കിൽ വെളിയിൽ പോയിട്ട് ഇരിക്കും. ചിലപ്പോൾ വൈഫ് എന്ത് പറയും, എന്തത്ര സമയം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയില്ലേ, ആ ബേസ് തന്നെയാണ് അവർ മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ ഇത്ര വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരികയാണ്, വർക്കിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അവർ മനസ്സിലാക്കിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിരിയുന്നല്ല നല്ലത്. അപ്പോൾ ഡിവോഴ്സും ഒരളവിൽ നല്ലതാണ്. മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ പിരിഞ്ഞു പോകുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പിന്നെ നിർബന്ധിച്ച് ചേർത്ത് നിർത്തേണ്ട ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഡിവോഴ്സ് എന്നൊരു സംഭവം വന്നപ്പോൾ അതില്ലാണ്ടായി. ഒരളവിൽ നല്ലതാണ്. പണ്ട് ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ലേഡീസിനൊന്നും പേടിയായിരുന്നു, ഇപ്പോൾ പേടിയില്ല. ലേഡീസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം. അവർക്കിപ്പോൾ ആരും സഹായം വേണ്ട, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. അല്ല, ഒന്നാമത്തെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല അവൻ്റെ ഉള്ളിൽ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോൾ പുറത്താണെങ്കിലും എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ധൈര്യം. അന്ന് കൂടുതലും അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഡിവോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കൂടുതലുണ്ടായിരുന്നില്ല. കാരണം കുടുംബങ്ങളായിട്ട് കുറച്ച് ഒരു അറ്റാച്ച്ഡ്, ഫാമിലിയായിട്ട് കുറച്ച് അറ്റാച്ച്ഡാണ്. ഇപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ പെൺകുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണോ ഡിവോഴ്സ് ആവുന്നത്? മേ ബി അതായിരിക്കാം.